കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മത്തായി 5:43. പലരും പലരെയും ശത്രുക്കളായി കണ്ടേക്കാം. അവരോടുള്ള പക അവസാനിക്കാത്തതുമാകാം. പ്രതികാരത്തിനുള്ള അവസരങ്ങൾ നോക്കി പാർക്കുന്നവരുമുണ്ടാകാം. പ്രതികാരം നടത്തുന്നതിനുള്ള ആയുധങ്ങളായി മക്കളെ ഉപയോഗിക്കുന്നവരുമുണ്ട്. കോപവും ശത്രുതയും ആർക്കും നന്നല്ല എന്നത് വിസ്മരിക്കരുത്. പക്ഷെ നമ്മുടെ സ്വാർത്ഥതയും ക്ഷമയില്ലായ്മയും പലപ്പോഴും ശത്രുത സൃഷ്ടിക്കാൻ കാരണമാകും. അത് നമുക്ക് തന്നെയും തലമുറയ്ക്കും വിനാശത്തിന് കാരണമാകും. മക്കളെ സ്നേഹത്തിന്റെ പാതയിൽ അഭ്യസിപ്പിക്കുവാൻ സാധ്യമാകണം. ശത്രുത കൊണ്ട് ലോക ചരിത്രത്തിൽ ഇന്നുവരെയും വിനാശമല്ലാതെ ആർക്കും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എത്രയെത്ര കുടുംബങ്ങളും സമൂഹങ്ങളും ശത്രുത കാരണം നശിച്ചു പോകുവാൻ ഇടയായിട്ടുണ്ട്. സ്വന്തം തലമുറയെ നശിപ്പിക്കുന്ന നികൃഷ്ട ഭാവത്തിൽ നിന്ന് പിന്മാറുവാൻ എന്തേ കഴിയാത്തത്? ഞാൻ ചത്താലും അവനെ വെറുതെ വിടില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? മനസ്സ് എത്ര ദുഷിച്ചിരിക്കുന്നു എന്നാണ് ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഈ നികൃഷ്ട ഭാവത്തെ ത്യജിച്ച് സ്നേഹത്തിന്റെ മാർഗത്തിൽ മുന്നേറുവാൻ നമുക്കും തലമുറയ്ക്കും സാധിക്കണം. അങ്ങനെ നമുക്ക് സ്നേഹിക്കാം, ക്ഷമിക്കാം, ഒത്തൊരുമിച്ച് മുന്നേറാം. അത് എത്ര വലിയ അനുഗ്രഹമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.